അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയങ്കരായ TTQ സഹോദരി സഹോദരങ്ങളെ, 25-ാം അധ്യായം സൂറ അൽ ഫുർഖാൻ, 1-ാമത്തെ വചനം. തഹജ്ജ് ചെയ്യാം, പാരായണം ചെയ്ത് പരിശീലിക്കാം. അക്ഷരസ്ഫുടതയോടുകൂടെ ഓരോ ഭാഗങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഹുക്മുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആശയബോധ്യത്തോടുകൂടെ പാരായണം ചെയ്ത് പരിശീലിക്കാം. 1-ാമത്തെ വചനം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا. تاء فتحة باء فتحة ألف مد بي حركتان باء تبا راء فتحة مفخمة را تبارا كاف فتحة ك تبارك. حمزة وصل تسقط وصلا نبدأ بها لام شدة فتحة ألا ذال كسرى ياء مطبي حركتان ذي الذي. تبارك الذي نون فتحانا زاي شدة فتحة نز لام فتحة لا نزل. تبارك الذي نزل. حمزة وصل تسقط وصلا نبدأ بها لام قمرية ملحرة الفاء ضم فو الف راء سكون فر الفر. قاف فتحة مفخمة ألف مد مفخمة مد بي حركتان قا الفرقا. نون فتحانا الفرقان. تبارك الذي نزل الفرقان. عين فتحة لام فتحة ألف لينة مد بي حركتان لا على. تبارك الذي نزل الفرقان على. عين فتحة باء ساكنة مقلقلة عب دال كسرة دي عبدي هاء كسرة ياء مد صلة صورة حركتان هي عبده على عبده. لام كسرة لي ياء فتحة يا كاف ضمة واو مد بي حركتان كو يكو. نون فتحنا يكون ليكون. تبارك الذي نزل الفرقان على عبده ليكون. لام كسرة لي لام ساكنة مظهرة لل. യഥാർത്ഥത്തിൽ ആ ലാം അൽ എന്ന ലാമു താരീഫാണ്. ലാം ഖമരിയ മുൽഹറ എന്ന് തഹജ്ജ് ചെയ്താലും വിരോധമില്ല. പക്ഷേ പ്രാരംഭഘട്ടത്തിൽ നിങ്ങൾക്ക് ലാം ഖമരിയ മനസ്സിലാകണമെങ്കിൽ ഹംസത്ത് വസ്ലിനെയും കൂടെ കാണേണ്ടതുണ്ടാകും. ഉദാഹരണത്തിന് അൽ ഫുർഖാന എന്നുള്ളിടത്ത് വന്നതുപോലെ തന്നെയാണ് ഇവിടെ അൽ എന്നതിൻ്റെ മുമ്പിൽ ഒരു ലി ചേർക്കുമ്പോൾ സാധാരണഗതിയിൽ ഹംസത്ത് വസ്ൽ കളയപ്പെടും. അങ്ങനെ കളയപ്പെടുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, അല്ലെങ്കിൽ പ്രാരംഭക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ലാം സാക്കിന എന്ന് പറയും, വിരോധമല്ല. ലാം സുക്കൂൻ അല്ലെങ്കിൽ ലാം സാക്കിന മുൽഹർ എന്ന് പറഞ്ഞാൽ വിരോധമല്ല. നേരെ മറിച്ച് ലിയകൂന കഴിഞ്ഞിട്ട് ലാം കസ്റ ലി ലാം ഖമരിയ മുൽഹറ ലിൽ. പിന്നെ ഹംസത്ത് വസ്ൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് പറയണ്ട. عين فتحة ألف مد بي حركتان لام فتحة لا عالة. ميم كسرة ياء مد بي حركتان مي عالمي. نون فتحة نا عالمين للعالمين. ليكون للعالمين. نون فتحة نا ذال كسرى ياء مد بي حركتان ذي نذي.
റാ ഫത്ഹ മുഫഖമ അലിഫ് മദ് ഇവദ് ഹറകതാൻ ഇൻദൽ വഖഫ് റാ നദീറാ تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചത് ലിൽ എന്ന സ്ഥലത്തെ ഒരു ചെറിയ ഒരു പ്രയാസം മാത്രം. അത് ലാം കസ്ര ലി, ലാം ഖമരിയ മുൻഹറ ലിൽ എന്ന് പറയാം. അല്ല ഹംസത്ത് വസ്ൽ കാണാത്തത് കൊണ്ട് സുക്കൂനുള്ള ലാമായി പരിഗണിച്ച് ലാം കസ്ര ലി, ലാം സുക്കൂൻ ലിൽ അല്ലെങ്കിൽ ലാം സാക്കിന മുൻഹറ ലിൽ ആലമീന എന്നും പറയാം. അല്ലാഹു കൂടുതൽ പഠിക്കുവാനും കൃത്യമായി പാരായണം ചെയ്യുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അർത്ഥം പഠിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ വായിക്കുന്നത്. അല്ലാഹു ഫുർഖാൻ എന്ന ഗ്രന്ഥം, സത്യാസത്യ വിവേചന ഗ്രന്ഥം തൻ്റെ ദാസൻ അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതരിപ്പിച്ചവൻ. അവൻ എത്രയോ അനുഗ്രഹപൂർണനാകുന്നു. എന്തിനാണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കി കൊടുത്തത്? ലോകർക്ക് മുഴുവനും താക്കീത് ആയിട്ടാണ്. അദ്ദേഹം താക്കീതുകാരനാവണം. ഖുർആനിലൂടെ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് താക്കീത് ചെയ്യാൻ. അങ്ങനെ ഖുർആനിന്റെ താക്കീതുകളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്ന താക്കീതുകളെ ഉൾക്കൊള്ളുവാനാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരായി മാറാനും നമുക്ക് സാധിക്കണം. രണ്ടാം വചനം പറയുന്നത് അതാ, ഏറ്റവും വലിയ താക്കീത് അവനെ മാത്രം ആരാധിക്കണമെന്നാണ്. പക്ഷേ ഒരുപാട് ആളുകൾ അവനല്ലാത്തവരെയും ആരാധിക്കുന്നു. അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ്, അവനാണ് ആകാശഭൂമികളുടെ ആധിപത്യം. വലം യത്തഖിദ് വലദൻ, അവൻ സന്താനങ്ങളെ സ്വീകരിച്ചിട്ടില്ല. വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, അധികാരത്തിൽ അവന് യാതൊരു പങ്കുകാരനും ഇല്ലതാണ്. വഖലഖ കുല്ല ശൈ, എല്ലാ വസ്തുക്കളെയും അവനാ സൃഷ്ടിച്ചത്. ഫഖദ്ദറഹു തഖ്ദീറ, അതിന് അവൻ എല്ലാറ്റിനും നിർണയിക്കുകയും ചെയ്തിട്ടുണ്ട്, ഓരോ നിർണയം. എന്നിട്ട് മൂന്നാമത്തെ വചനത്തിൽ പറയുന്നു, പക്ഷേ അവരിൽ അധികം ആളുകളും അവർ മിൻ ദൂനിഹി വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അല്ലാഹുവിന് പുറമേ പല ആരാധ്യന്മാരെയും അവർ സ്വീകരിച്ചു. അവയാകട്ടെ ആ ആരാധ്യന്മാർ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അവർ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. അവർക്ക് ഉപകാരമായോ ഉപദ്രവമായോ ഒന്നും ചെയ്യാൻ അവർക്ക് പോലും സാധ്യമല്ല. അവർക്ക് അവരുടെ മരണത്തെയോ ജീവിതത്തെയോ ഉടമപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല. പുനർജന്മത്തെയും അവർക്ക് ഉടമപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെയുള്ള ആളുകളെ, അങ്ങനെയുള്ളതിനെ അഥവാ അല്ലാഹു അല്ലാത്തവയെ ആരാധിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ഇബാദത്ത് ചെയ്യുന്നവർ ഉണ്ട്. അത് പാടില്ല എന്ന താക്കീത് ലോകത്തിന് നൽകാൻ വിശുദ്ധ ഖുർആനിനെ പ്രവാചകനിൽ അവതരിപ്പിച്ച അല്ലാഹു അനുഗ്രഹപൂർണനാണ്. ആ അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹമായ വിശുദ്ധ ഖുർആനിനെ ആദ്യാന്തം തെറ്റുകൂടാതെ വായിക്കാനും അതിലെ ആശയങ്ങൾ പഠിച്ചതിനെതിരാകാതെ ജീവിക്കുവാനും ശ്രദ്ധ വേണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.